നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെയോട്ടാണെന്ന് അറിയാൻ പാടില്ല, അത് പോകും. അവിടെ അറിയില്ല. ഡോറൊക്കെ തുറന്നിട്ടുണ്ടോ? പെട്ടെന്നാ ഒന്നും കൂടെ അത് തന്നെ മതി. അത് കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ കടപ്പുറം എത്തിയിരിക്കുന്നു. അടിമലത്തുറ ബീച്ച്. അവിടെ മീനാ, നമ്മള് ഫോട്ടോ എടുക്കാനല്ലേ. വീട്ടിലൊരു മീൻ ഇരുന്ന് അതിനെ അവിടെ തന്നെ വെച്ചിട്ട് വന്നു. എന്തിനാ വാല് ഒട്ടിച്ചെടുക്കാന്നാണ് ഇന്നലെ ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ വേണ്ട, ചിലപ്പോ ഇന്നലത്തെ തൊട്ടിക്കുമ്പോൾ റെഡി ആയാലും ഇങ്ങനെ പിടിച്ചോണ്ട് നിക്കണം. ഇത്രയും ദിവസം ഒട്ടിച്ചിട്ട് ഒട്ടിയില്ല. അതുകൊണ്ട് ഫ്രഷ് മീൻ വാങ്ങാം. ഞാൻ എവിടെ എത്തിയാണോ അതോ എഴുതിയിരിക്കണം ലൈലോ അടിമലത്തുറന്ന് എഴുതിയിരിക്കണം. വെയിലിന് മുന്നേ വരണമെന്നിരുന്നിട്ട് വെയിലും കൊണ്ടുവന്നു നമ്മള്. നമ്മളിപ്പോ എവിടെ വാ, പെട്ടെന്ന് ഡ്രസ് ഇട് കുഞ്ഞേ. ബാഗ് എടുത്തില്ലല്ലോ, അതിൻ്റെ അകത്താണ് തലയാട്ടണം സാധനം. ഇവ കുഞ്ഞേ, അത് കുഴപ്പമില്ല, ആവശ്യമുള്ള കിട്ടി. നമുക്കേ ഓക്കെ. ഇവ നോക്കിയോ നിങ്ങൾ രണ്ട് ഇവ നോക്കിയോ, അവളെ നോക്കിയോ, ഇവ നോക്കിയോ, ഇവ കുട്ടി നടത്തിക്കൊണ്ട് ഇനി ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയോടാ. രണ്ടുപേരും നോക്ക്, അങ്ങോട്ട് നോക്ക്. നടന്നുണ്ട്. ഓക്കെ, എന്നെ എടുത്തോടാ, വാവിനെ എടുത്തു. ഇവരെ മുടി ഒതുക്കി. ഇവ നൂര് ഇവ മക്കളെ നോക്ക്. അമ്മമ്മ മുട്ടായി തരാം. മുട്ടായി വേണോ നിനക്ക്? മുട്ടായി വേണോ? ഈ റെൻറ്റിൻ്റെ സാധനം എടുക്കണ സമയം വരെ ഇവയ്ക്ക് ഒരു പനിയും ഇല്ലായിരുന്നു. തലേദിവസമായിരുന്നു നമ്മൾ റെൻറ്റിൻ്റെ സാധനം എടുത്തത്. പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീച്ചപ്പോൾ മുതൽ ഇവയ്ക്ക് ഭയങ്കര പനി. പക്ഷേ സാധനങ്ങൾ എടുത്ത് പോയില്ലേ, ക്യാമറാമാൻ വരും, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഫോട്ടോ എടുക്കാമെന്ന് കരുതി പോയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ടും ഇവ എന്നെ വിട്ട് മാറണേ ഇല്ലായിരുന്നു. എൻ്റെ ഒരു കാലി പിടിച്ചോണ്ട് നിന്നിട്ട് ഭയങ്കര കരച്ചിൽ. തറയിൽ നിർത്തി അവിടെ നിൽക്കൂല. ഓടി നടക്കണ കൊച്ചാണ് ഇങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. പിന്നെ ഇവിടെ ഫോട്ടോ ഒന്നും നമുക്ക് ഉദ്ദേശിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല. ആദ്യത്തെ ടീമിൽ അത്യാവശ്യം കുറച്ച് ഫോട്ടോ, കരയണതൊക്കെ ആണെങ്കിലും കുറച്ച് ഫോട്ടോ കിട്ടി. പിന്നെ രണ്ടാമത് ഈ ടീമിൽ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടപ്പും ഊപ്പാടും വന്നു. എവിടെ? നമ്മൾ അടിമലത്തുറയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. നമ്മള്
ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. മോനിയുടെ കുഞ്ചില് ആ നമ്മൾ രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ മുമ്പേ ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയല്ലേ? സത്യം സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ച പാൻറ് ഒരു ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. ഇനി ഞാനും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇനി ബാക്കി വേറെ ദിവസം എടുക്കാന്ന് പ്ലാൻ ചെയ്തു. ഇപ്പൊ എന്താ ഇത്ര സന്തോഷം? ഇടയ്ക്ക് ഒരു ബീച്ച് കാണിച്ച നല്ല മറ്റേ ഹാർബറിന്റെ അടുത്തെന്ന് പറഞ്ഞത് അത് ഇതായിരിക്കുന്നു നമ്മളിന്ന് പോയത്. ഫോട്ടോ എടുക്കാൻ എത്തിയപ്പോ ചുമ്മാ ഇരിക്കാൻ വയ്യായിരുന്നു. അമ്മ കണ്ണി കുത്തിട്ടുണ്ട്. ഇപ്പൊ തുള്ളിച്ചാടണം. ഓ കണ്ണില്ലേ? തൊടാ ആയൊക്കെ തൊടാ. നാക്കിലൊക്കെ അഴുക്ക് വേണേ. അമ്മ മോന എന്റെ ഇവന്നുള്ള പേര് മാറിയാടി. മോനായാ നീ? അന്നു ഇന്നത്തെ ദിവസത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? രണ്ടു വാക്ക്. വെളുക്കണതിന് മുന്നേ പറ. രാവിലെ എണീറ്റ് ആഗ്രഹമുണ്ട്. സാധനം എടുത്തു ഇല്ല. ആഗ്രഹമുള്ള എന്റെ അടുത്ത് എനിക്ക് ഇത്ര എഫേർട്ട് ഇട്ട് കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കണം. അന്ന് ഫോട്ടോ എടുക്കാം വരൂല. ഇട്ടുമുട്ടും തിരിയാത്ത കൊച്ചിനാണെങ്കിൽ 3-4 തരത്തില് ഫോട്ടോ എടുക്കാൻ. വലുതാണ്. ഓ ഇന്നലെ ഉറങ്ങാതെ ഇരുന്നതാ മാലയൊക്കെ ഉണ്ടാക്കി. മാലത വലിച്ചു കളിക്കണം അവള്. ഓ ഞാൻ 2 മണിക്ക് കിടന്നിട്ട് 5 മണിക്ക് എണീച്ച് 5:45. അത് അലാറം കേക്കാത്തത് 2 മണിക്ക് ഉറങ്ങിയത് അല്ലേ? അപ്പൊ 1 മണിക്ക് എവിടെ നന്ന് വന്നതിന് ശേഷമാണ് ഞാൻ മാല ഉണ്ടാക്കി തീർന്നത്. ഞാൻ വന്നപ്പോ നീ ഇങ്ങനെ കാണിച്ചു. ഞാൻ എടുത്തോണ്ട് വന്ന് ഞാൻ അതിന്റെ അടുത്ത് ചോദിച്ചത്. ഇതിന്റെ അകത്ത് മറ്റേ സാധനം ഇട്ടത് കെട്ടിട്ടത് നന്ന് വന്നതിന് ശേഷം നന്ന് ബലൂൺ റെഡിയാക്കിക്കൊണ്ട് നിന്നപ്പോഴ് ഇപ്പുറത്തിരുന്ന് ഞാൻ കെട്ടിട്ടോണ്ടിരുന്നു. സെറ്റ്. പക്ഷെ കാണാൻ മോനെ ലുക്ക് വന്നില്ലേ? അതിനേക്കാളും കോമഡി ആയിരുന്നു. ഞാൻ കുളിക്കാൻ വേണ്ടി ടവല് പിടിച്ചോണ്ട് പോയപ്പോ തള്ള എന്നെ കൊല്ലാൻ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ഞെട്ടി വരികയാണ് ഈ പാപ്പ. അത് ഞാൻ ഫോൺ ചെയ്തപ്പോഴത്തേന് എന്നുവെച്ചാൽ അലാറം കേൾക്കാത്തോണ്ട് അമ്മ ഇനി എന്നാലും എണീച്ച് പോയാന്നറിയാൻ വേണ്ടി വിളിച്ച്. അമ്മ ബെല്ല് കേൾക്കണില്ല. അന്നേരം നന്നെ കുളിക്കാൻ വേണ്ടി എണീച്ച് അങ്ങോട്ട് വന്നത്. അപ്പൊ അമ്മ എട്ടി എണീച്ച് അയ്യോ അതെങ്ങനെന്നറിയാമോ? ഞാൻ അമ്മ ഇങ്ങനെ കിടക്കണല്ല, ഞാൻ ഇങ്ങനെ നടന്ന് പോയപ്പോ പറഞ്ഞോണ്ട് ഞാൻ ഇതെന്താ ഇത് അങ്ങനെ അമ്മ ഇങ്ങനെ ചാടി എണീറ്റ് അയ്യോ എന്നെ ആരോ വിളിച്ച്. ഞാൻ ഫോൺ ചെയ്തത് എന്തൊക്കെ പറഞ്ഞു. അത് പറഞ്ഞു ഞാൻ കേട്ടു. പകലായോ നല്ല വെട്ടമായോ എന്ന്. അതെന്തോ ഫ്രണ്ടില് ഹാളിൽ ലൈറ്റ് ഇട്ടത്. ഓടിയിടരുത് കേട്ടോ. അതെല്ലാവർക്കും മനസ്സിലാവും. അതില്ല ഞാൻ അങ്ങനെ സംസാരിക്കണം. ഇപ്പൊ എന്റെ ഇതിലും നന്നു സംസാരിക്കുമ്പം ഞാൻ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുമ്പോ ചിലപ്പോ തോന്നൂല, പക്ഷെ വീഡിയോ കാണുമ്പോ തോന്നല്ലേ. ഞാൻ എത്ര പ്രാവശ്യം എന്നെ ഇരുന്ന് കളിയാക്കുമ്പോ ഞാൻ പറയും എന്നെ സംസാരിക്കണത് ഇങ്ങനെ തന്നെ അംഗീകരിച്ചില്ല. മനസ്സിലായല്ലേ? എന്തായാലും ഈ വോയിസ് എനിക്കറിയാം. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോ നമ്മള് നല്ല രീതിക്ക് വാട്സാപ്പില്ലേ എന്താ
എന്തൊക്കെ നമ്മൾ കൊണ്ടുവന്നെന്ന് അറിയാമോ? ഒരു കാറ് നിറയെ കണ്ട എല്ലാം തിരിച്ച് നമ്മൾ കൊടുക്കാൻ പോകും. എൻ്റെ മോനയ്ക്ക് ഇന്ന് രാവിലെ എണീച്ചപ്പോഴേ പനി, അതുകൊണ്ടാണ് ഇന്ന് മൂഡ് തിരിഞ്ഞിരുന്നത്. ഇല്ലെങ്കിൽ സാധാരണ ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് സമയമായില്ല.